നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ അരൂരിൽ വീണ്ടും വാഹനാപകടം. ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രിക മരിച്ചു. അരൂർ തച്ചാറ വീട്ടിൽ ജോമോന്റെ ഭാര്യ എസ്തറാണ് മരിച്ചത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന്റെ പുരോഗതി യഥാസമയം അറിയിക്കണമെന്ന സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് 5450 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പ്രമുഖ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് കേരള സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. അരൂർ ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം. ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണ അന്ത്യം. അരൂർ തച്ചാറ വീട്ടിൽ ജോമോന്റെ ഭാര്യ എസ്തറാണ് മരിച്ചത്. ദേശീയപാതയിൽ ചേർത്തല അരൂരിൽ വീണ്ടും വാഹനാപകടം. സ്കൂട്ടറിൽ ലോറി ഇടിച്ച യാത്രക്കാരി മരിച്ചു. അരൂർ തച്ചാറ വീട്ടിൽ ജോമോന്റെ ഭാര്യ എസ്തറാണ് മരിച്ചത്. ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ പള്ളിയിൽ പോയി മടങ്ങുമ്പോൾ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ എസ്തറിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണത്തിന്റെ പുരോഗതി യഥാസമയം സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കണമെന്ന നിർദ്ദേശം. 1989 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തപാൽ ബാലറ്റ് തിരുത്തിയെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച അന്വേഷണത്തിൽ തിരഞ്ഞെടുപ്പ് രേഖകൾ ആവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് കത്തു നൽകും. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണിത്. രേഖകൾ കിട്ടിയ ശേഷമേ സുധാകരന്റെയും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവരുടെയും മറ്റും മൊഴിയെടുക്കൂ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ സൗത്ത് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി യഥാസമയം അറിയിക്കണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ജി സുധാകരനെതിരെ കേസെടുത്ത വിവരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. കേസെടുത്ത വിവരം കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അതേസമയം 36 വർഷം മുമ്പ് നടന്നതായി പറയുന്ന സംഭവത്തെ പറ്റിയുള്ള അന്വേഷണം അത്ര എളുപ്പമല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവം നടന്ന തീയതിയോ സമയമോ അറിയില്ല. അന്നത്തെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആരെന്നോ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നും വ്യക്തമല്ല. അന്നത്തെ തിരഞ്ഞെടുപ്പ് രേഖകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകും എന്നതും അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. സുധാകരൻ ഇത് പിന്നീട് മാറ്റിപ്പറഞ്ഞതിനാൽ കേസ് കൂടുതൽ ദുർബലമാവുമെന്നും നിയമവിദഗ്ധർ പറഞ്ഞിട്ടുമുണ്ട്. സുധാകരന്റെ പരാമർശത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഇടപെടുകയായിരുന്നു. കേസെടുപ്പിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകുകയായിരുന്നു. കളക്ടറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തുടനീളം 5480 ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 5480 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരമല്ലിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചെങ്ങന്നൂർ മണ്ഡലം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണെന്നും മണ്ഡലത്തിൽ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ആശുപത്രിയിലും ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനം ഒരു മിഷനാണ്, വ്യക്തമായ നയമാണ്. എന്താണ് നയം? നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുമ്പോൾ നമ്മുടെ പ്രായമുള്ള അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഇവിടെ കാണാം. അവരിവിടെ വരുമ്പോൾ ഇരിക്കാൻ നല്ലൊരു കസേര ഉണ്ടാവുക, ഒന്ന് ഇരുന്നിട്ട് ഇപ്പോൾ ഡോക്ടർ അകത്തൊരു ആളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ കാണും കേട്ടോ എന്നൊരു നല്ല വാക്ക് കേൾക്കുക. അതോടൊപ്പം ഇവിടെ നിന്ന് അങ്ങ് ജില്ലാ ആശുപത്രിയിൽ പോയി പരിശോധിക്കേണ്ട, ഇവിടെ തന്നെ ലാബ് ഉണ്ടാകുക. ഇവിടെ ലാബുണ്ട്. ഇത് ആർദ്രത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നതാണ്. ആർദ്രത്തിലൂടെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി ബോർഡ് മാറ്റി വെക്കുക അല്ല ചെയ്തത്. നമ്മുടെ മുന്നിൽ ഇത് കാണാം. MLA ഫണ്ട് കൊടുത്തു. അതുകൂടാതെ ഇത് 91 ലക്ഷം രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുമ്പോൾ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മന്ത്രി പറഞ്ഞു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സകല ആശുപത്രികൾക്കും പുതിയ കെട്ടിടം നിർമ്മിച്ചെന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. NHM DPM കോച്ചി C പണിക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലിയേറ്റീവ് കെയർ, ലാബ് സൗകര്യം തുടങ്ങി നിരവധി സേവനങ്ങൾ ഇല്ലിമലക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകും. പുതിയ OP ബ്ലോക്കിൽ ആർദ്രം പദ്ധതി പ്രകാരം OP കൺസൾട്ടേഷൻ റൂമുകൾ, വെയിറ്റിംഗ് ഏരിയ, OP രജിസ്ട്രേഷൻ, പ്രീ ചെക്കപ്പ്, ഒബ്സർവേഷൻ, ഇഞ്ചക്ഷൻ, നെബുലൈസേഷൻ, നഴ്സസ് സ്റ്റേഷൻ, ഇമ്മ്യൂണൈസേഷൻ റൂം, ലാബ്, ശുചിമുറി എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സജൻ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ മനു തെക്കേടത്ത്, KR രാജ്കുമാർ, ഗീതാ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ T നായർ, ശ്രീവിദ്യ സുരേഷ്, പുഷ്പകുമാരി, സജു ഇടക്കല്ലിൽ, ബിന്ദു കുരുവിള, സതീഷ് കല്ലുപറമ്പിൽ, CDS ചെയർപേഴ്സൺ ഗീതാ സദാനന്ദൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലെ പിലിഗ്രിം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. PP ചിത്രഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു.
പ്രമുഖ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് കേരള സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം ആലപ്പുഴ ബിഷപ്പ് റൈറ്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ നിർവഹിച്ചു. ആലപ്പുഴയിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ആലപ്പുഴയുടെ ടൂറിസം സാധ്യതകളിൽ ഏറെ പ്രധാനമാണ് പിൽഗ്രിം ടൂറിസം. ആലപ്പുഴയിൽ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ കോർത്തിണക്കിയുള്ള ടൂറിസം സർക്യൂട്ടും കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പൂങ്കാവ് പള്ളിയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും മറ്റും ഉപകരിക്കുന്ന നിലയിൽ പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത്. പൂങ്കാവ് പള്ളി പുതുതായി വാങ്ങിയ സ്ഥലത്താണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കപ്പെടുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ക്ഷേമനിധി ജീവനക്കാർക്കായി ആലപ്പുഴ കർമ്മസദൻ പാസ്റ്ററൽ സെന്ററിൽ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുമെന്ന പി ചിത്തരഞ്ജൻ MLA. മത്സ്യത്തൊഴിലാളി പെൻഷൻ അടക്കമുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ ആധുനിക സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ഫിഷറീസ് ഓഫീസുകളിലും തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസുകളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ഫിഷറീസ് ഓഫീസർമാരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ക്ഷേമനിധി ജീവനക്കാർക്കായി ആലപ്പുഴ കർമ്മസദൻ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടന്ന ദ്വിദിന പരിശീലന പരിപാടിയിൽ ക്ഷേമനിധി ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷനായിരുന്നു. ക്ഷേമനിധി കമ്മീഷണർ H. സലീം, ക്ഷേമനിധി മെമ്പർ KK രമേശൻ, സക്കീർ അലങ്കാരത്ത, ജോയിന്റ് കമ്മീഷണർ രേണുകാദേവി, സെക്രട്ടറി സജി M. രാജേഷ്, റീജിയണൽ എക്സിക്യൂട്ടീവുമാരായ PR കുഞ്ഞച്ചൻ, രാജീവ്, ജയശ്രീ, രാജേഷ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച ക്ലാസുകൾ നയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത എല്ലാ ധീര സൈനികർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത എല്ലാ ധീര സൈനികർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും സമ്മേളനവും നടന്നു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി 11 കേരള NCC ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ജെയ്സ് ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികരുടെ ബഹുമതി അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും അവർക്ക് ബഹുമതി അർപ്പിച്ചുകൊണ്ടും ആലപ്പുഴയിലെ എക്സ് സർവീസ്മെൻ സോൾജേഴ്സിൻ്റെ കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സംഘടന ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ റാലി ആലപ്പുഴയുടെ ചേർത്തലയിൽ നിന്ന് തുടങ്ങി കായംകുളം വരെ പോകുന്ന ഈ മോട്ടോർ സൈക്കിൾ റാലി ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സോൾജേഴ്സിന് ബഹുമതി അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫാണ് ഇന്നിവിടെ നടന്നത്. 11 മണിയോടുകൂടി റാലി കായംകുളത്തെത്തി. കായംകുളത്ത് നടന്ന പൊതുസമ്മേളനം കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് G ഉദ്ഘാടനം ചെയ്തു. പല അമ്മമാരുടെയും സിന്ദൂരങ്ങൾ മാഞ്ഞുപോയപ്പോൾ, പലരുടെയും ജീവിതത്തിൽ ഇരുട്ട് വീണപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ഭീകരർക്കെതിരായി, ഭീകരരെ വളർത്തുന്ന ശത്രുരാജ്യത്തിനെതിരായി പോരാട്ടം പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും അധികം സിന്ദൂർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ ജമ്മു കാശ്മീരിനെ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് ആ പ്രത്യാക്രമണത്തിന് പേരും കൊടുത്തു. സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് പ്രസിഡന്റ് മുരളീധരൻ വള്ളിക്കുന്നം അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദീപ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സെക്രട്ടറി ബാബുലാൽ ആലപ്പുഴ നന്ദിയും സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് രക്ഷാധികാരി മനോജ് കരിമുളയ്ക്കൽ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കലാനികേതൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ നടനവർഷിണി 2025 നടന്നു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല കലാനികേതന്റെ സുവർണ ജൂബിലി ആഘോഷം നടനവർഷിണി 2025 നടന്നു. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ നടന്ന നടനവർഷിണി 2025 തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ ഗവൺമെന്റ് സംഗീത കോളേജ് നൃത്തവിഭാഗം മുൻ മേധാവി S. ലേഖ തങ്കച്ചി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നൃത്തപരിപാടികൾ നടന്നു. പകൽ 2-ന് ഓട്ടംതുള്ളൽ, തുടർന്ന് മോഹിനിയാട്ടം, വൈകിട്ട് 3-ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. സാംസ്കാരിക സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയാറുണ്ട്. ഈ നടനം എന്തോ ഒരു മോശപ്പെട്ടതാണ് എടുത്താണ്. ഈ ജീവിതത്തിൽ ഈ ഒരുപാട് അഭിനയങ്ങൾ ഉണ്ടാവുന്നതാണ്, അത് അങ്ങനെ കണക്കാക്കുന്നതല്ല. ഒരു ജീവിതത്തിൽ അഭിനയിക്കുക എന്നതിനെ മോശപ്പെട്ടതായി എപ്പോഴും കണക്കാക്കാറുണ്ട്. പക്ഷെ അല്ലാതെ ഒരു
കാര്യത്തെ അവതരിപ്പിക്കുക എന്നതിനകത്ത് നാട്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നടന വൈഭവത്തിൻ്റെ രീതികൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ഇത് ആരൊക്കെയാണ് ചിട്ടപ്പെടുത്തിയത് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം വീണ്ടും വർദ്ധിക്കുന്നതല്ല. ഭാരതത്തിൻ്റെ ഒരു ഋഷി പാരമ്പര്യത്തിൽ അതെല്ലാം ചേർന്ന് നിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിനെയൊക്കെ ചിട്ടപ്പെടുത്തിയതിനെ കാണുന്നതല്ല. ഏത് രംഗത്തേക്കാണ് നമ്മുടെ മുനിമാർ കടന്നു ചെല്ലാതിരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ മേഖലകളിലേക്കും അവർ കടന്നു ചെന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യമില്ലാണ്ട് അതൊക്കെ കൂട്ടി വെക്കാതിരുന്നാൽ മതി. ചിലർ പറയും വിമാനം പോലും പണ്ടത്തെ കാലത്ത് കണ്ടുപിടിച്ചു എന്ന് പറയും. അതൊക്കെ നമുക്കൊരു സങ്കല്പിക്കാൻ കഴിയുന്ന അപ്പുറത്തുള്ള ചില കാര്യമാണ്. 50 വർഷമായി നാട്യകലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലതാ ഗോപിനാഥിനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാവിരുന്നും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. കരപ്പുറത്തിന്റെ നേർചിത്രങ്ങളുമായി ഫോട്ടോഗ്രാഫർ സജിമോൻ സീദാസിന്റെ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കരപ്പുറത്തിന്റെ നേർചിത്രങ്ങളൊരുക്കി കഞ്ഞിക്കുഴിയിലെ ഫോട്ടോഗ്രാഫർ സജിമോൻ സീദാസ് കഞ്ഞിക്കുഴി പുത്തനമ്പലത്ത് പ്രവർത്തിക്കുന്ന ശ്രീ കേശവഗുരു ഗ്രന്ഥശാലയുടെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സജിമോൻ സീദാസ് തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കിയത്. വാർഷികാഘോഷവും ചിത്രപ്രദർശനവും ഞായറാഴ്ച സമാപിച്ചു. മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ നിരവധി പേരുടെ തൊഴിലും ജീവിതചര്യയുമാണ് ക്യാമറയിൽ ഒപ്പിയെടുത്ത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കിയത്. പരമ്പരാഗത തൊഴിൽ മേഖലയും കയറും കാർഷിക വൃത്തിയുമൊക്കെ നിറയുന്നതാണ് ചിത്രങ്ങളിലധികവും. ഓരോ ചിത്രത്തിനും വിശദമായ വിവരണങ്ങളുമുണ്ട്. നാനാവിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്നതാണ് ചിത്രങ്ങൾ ഓരോന്നും. കഞ്ഞിക്കുഴിയുടെ വിവിധ കാലഘട്ടത്തിലെ കരുത്തുറ്റ അടയാളപ്പെടുത്തലുകളാണ് ചിത്രത്തിൽ തെളിയുന്നത്. ചിത്രപ്രദർശനം കാണാൻ വൻ തിരക്കാണ് ശ്രീ കേശവഗുരു ഗ്രന്ഥശാല ഹാളിൽ അനുഭവപ്പെട്ടത്. പ്രതിഭ MLA ഗ്രന്ഥശാല സന്ദർശനം നടത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാ സുരേഷ്, ഗ്രന്ഥശാല താലൂക്ക് സെക്രട്ടറി KP നന്ദകുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് KM വിനോജ്, സെക്രട്ടറി AD അപ്പുക്കുട്ടൻ, ജോയിന്റ് സെക്രട്ടറി NP അജിമോൻ, CPM ചെറുവാരണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K സുരജിത്ത്, ഏരിയ കമ്മിറ്റി അംഗം CP ദിലീപ്, KN നടേശൻ, N സന്തോഷ് തുടങ്ങിയവർ എത്തിച്ചേർന്നു. ടൈം ന്യൂസ്, ചേർത്തല. തുറവൂർ അമ്പലപ്പുഴ തീരദേശ റെയിൽവേ ഇരട്ടിപ്പിക്കൽ പദ്ധതി ഉടൻ അന്തിമ അനുമതി നൽകുമെന്ന് റെയിൽവേ ബോർഡ് ഉറപ്പ് നൽകി. 3 വർഷമായി റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലിരിക്കുന്ന തുറവൂർ അമ്പലപ്പുഴ തീരദേശ ഇരട്ടിപ്പിക്കൽ പദ്ധതിക്ക് അന്തിമാനുമതി നൽകുന്നതിന് റെയിൽവേ ബോർഡ് പ്രത്യേക പരിഗണന നൽകുമെന്ന് KC വേണുഗോപാൽ MPക്ക് ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ ഉറപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഈ പദ്ധതിയുടെ കാര്യം MP റെയിൽവേ ബോർഡ് ചെയർമാനെ ധരിപ്പിച്ചിരുന്നു. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 3 വർഷം പിന്നിട്ടിട്ടും പദ്ധതിക്ക് അന്തിമാനുമതി നൽകാത്തത് യാത്രക്കാരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് MP റെയിൽവേ ബോർഡ് ചെയർമാനെ ധരിപ്പിച്ചു. കരുനാഗപ്പള്ളി, കായംകുളം, ചേർത്തല സ്റ്റേഷനുകളുടെ വികസനത്തിന് പ്രത്യേക റെയിൽവേ ബോർഡ് പരിഗണന നൽകി. ആവശ്യമായ തുക അനുവദിക്കാമെന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ MPയെ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. തണ്ണീർമുക്കം TKM വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്ഷകർതൃ സൗഹൃദ കൂട്ടായ്മ ശ്രദ്ധേയം. ഇന്ന് കുട്ടികളാണ് ആധുനിക തലമുറയുടെ കുട്ടികൾ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ലോകം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളും നമ്മളും തമ്മിലുള്ള അന്തരം ഒരുപാട് വളർന്നു, അല്ലെ? ഭയങ്കര ഗ്യാപ്പാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഗ്യാപ്പിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ കുട്ടികളുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല. നോക്കൂ, അവര് പറയുന്ന പുതിയ തലമുറയെ സംസാരിക്കുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല. തണ്ണീർമുക്കം TKM വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്ഷകർതൃ സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. തണ്ണീർമുഖത്തിന്റെ വികസന കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ് TKM ബ്രദേഴ്സ്. ജനങ്ങളുടെ ഐക്യവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിന് ഉതകുന്ന വിവിധ പരിപാടികളാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് രക്ഷകർതൃ സൗഹൃദ സംഗമം 2025 സംഘടിപ്പിച്ചത്. തണ്ണീർമുഖം തിരുരക്ത ദേവാലയ ഹാളിൽ നടന്ന സംഗമം വികാരി ഫാദർ സുരേഷ് റോക്കി മൽപ്പാൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുദ്ഘാട് ക്ലാസ് എടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ അരൂരിൽ വീണ്ടും വാഹനാപകടം. ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രിക മരിച്ചു. അരൂർ തച്ചാറ വീട്ടിൽ ജോമോന്റെ ഭാര്യ എസ്തറാണ് മരിച്ചത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന മുൻമന്ത്രി G സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന്റെ പുരോഗതി യഥാസമയം അറിയിക്കണമെന്ന സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് 5450 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്.
പ്രമുഖ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് കേരള സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.